ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി എസ് സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രണ്ട് മേരി ലൈറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് മേരി ഗോൾഡ് ബിസ്ക്കറ്റ് വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ 2 മേരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ആണെങ്കിലും അതുപോലത്തെ ഏത് ബിസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്ത് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് പൊളിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര സെപ്പറേറ്റ് പൊടിച്ചെടുത്ത് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പഞ്ചസാരയും ഒരുമിച്ച് ഇട്ട് കൊടുത്തത്. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റും പഞ്ചസാരയും ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം എടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രിക് കെറ്റിലിൻ്റെ ഉള്ളിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇത് അതിൽ അത്യാവശ്യം വേവിക്കാനൊക്കെ വെക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ യൂസിനും ഉപയോഗിക്കും തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഒരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ ഒരു സ്റ്റീൽ പാത്രം എടുത്തു കഴിഞ്ഞാലും ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്കും നമ്മൾ ഇതുപോലെ ഓയിലോ നെയ്യോ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 10 രൂപയുടെ ഡയറി മിൽക്ക് വെച്ച് ചെറിയൊരു ഡെക്കറേഷനും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ബേക്കായി വരുന്ന സമയത്ത് ഇതൊക്കെ മെൽട്ടായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കേക്ക്. ഇനി ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളിതിവിടെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക് കെറ്റിൽ. ഇതിൻ്റെ മുകളിൽ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇതിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്.
ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഈ സ്റ്റാൻഡ് ഇതിലേക്ക് വെച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പാത്രം വെച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. കുക്കറിലോ പാത്രത്തിലോ ഒക്കെയാണ് വെച്ചിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുത്ത് തണുത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാൻ മറക്കില്ലല്ലോ. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.